കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ് എന്നുള്ളത്, അത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മൾ അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ല, തൽക്കാലം സ്വന്തമായി ഉണ്ടാക്കുന്നത് വരെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഈ നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടും പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇൻ്ററിംഗ് വിസിറ്റേഷൻ റൈറ്റിലും അതുപോലെ തന്നെ ഫൈനൽ ചൈൽഡ് വിസിറ്റേഷൻ റൈറ്റിലും ഒരേപോലെ നമുക്കത് ഉപയോഗിക്കുവാനായി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലാതെ ചൈൽഡ് കസ്റ്റഡി താൽക്കാലിക കസ്റ്റഡിക്ക് ഒരു ഗൈഡ് ലൈൻസ്, പെർമനൻറ്റ് കസ്റ്റഡിക്ക് വേറൊരു ഗൈഡ് ലൈൻസ് അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അപ്രോച്ച് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അത് എല്ലാ കുടുംബ കോടതികളും നിർബന്ധമായും അത് ഫോളോ ചെയ്യണമെന്നും, ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കോടതിയിലിരിക്കുന്ന മേലുദ്യോഗസ്ഥനെതിരെ നമുക്ക് നടപടികൾ സ്വീകരിക്കുവാനും പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദീസ് ഗൈഡ് ലൈൻ ഷാൾ അപ്ലൈ ടു ബോത്ത് ഇൻ്ററിം ആൻഡ് ഫൈനൽ ചൈൽഡ് വിസിറ്റേഷൻ റൈറ്റ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റായിട്ട് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് കസ്റ്റോഡിയൽ പാരന്റ് എന്നുള്ളതാണ്. കസ്റ്റോഡിയൽ പാരന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കസ്റ്റഡി ഇപ്പോൾ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് കസ്റ്റോഡിയൽ പാരന്റ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ് ആണത് നോൺ കസ്റ്റോഡിയൽ പാരന്റ് ആരാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോൺ കസ്റ്റോഡിയൽ പാരന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും, കസ്റ്റഡി ഇല്ലാത്ത ഭാര്യ ഭർത്താവിൽ ആരാണോ കസ്റ്റഡി കിട്ടാത്തത് അവരാണ് നോൺ കസ്റ്റോഡിയൽ പാരൻ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. കൂടാതെ ഈ ഗ്രാൻഡ് പാരൻസ്, അതായത് അച്ഛൻ്റെ അച്ഛൻ അമ്മാമ്മ, അല്ലെങ്കിൽ മനസ്സിലായില്ല അമ്മയുടെയും അച്ഛനമ്മ, അവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നോൺ കസ്റ്റോഡിയൽ പാരൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിബ്ലിങ്സ്, നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ഉപയോഗിക്കാം, റിലേറ്റീവ്സിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫിറ്റ് പേഴ്സൺ, അതായത് ഈ പറഞ്ഞ ആൾക്കാരൊന്നുമില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ നല്ല രീതിയിൽ നോക്കുവാനായിട്ട് സാധിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ഫിറ്റ് പേഴ്സൺ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫിറ്റ് പേഴ്സണെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ജുവലൈൻ ജസ്റ്റിസ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ആക്ട് 2000 സെക്ഷൻ 2 ക്ലോസ് IE പ്രകാരമാണ് ഈ ഫിറ്റ് പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല സ്വഭാവമായിരിക്കണം, നല്ല വ്യക്തിയായിരിക്കണം, സാമ്പത്തികമായിട്ടുണ്ടാവണം, കുട്ടികളോട് സ്നേഹമുള്ള ആളായിരിക്കണം, ബാഡ് സ്വഭാവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഫിറ്റ് പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ വിസിറ്റേഷൻ റൈറ്റ് താൽക്കാലികമാണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും ഏതെല്ലാം സിറ്റുവേഷൻസിൽ നമുക്കത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. റെഗുലർ വിസിറ്റേഷൻസ്, അതായത് നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീക്കെൻഡ് വിസിറ്റേഷൻ, അതായത് ശനി ഞായർ ദിവസങ്ങളിലോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫെസ്റ്റിവൽ സീസൺസ്, ഉത്സവങ്ങളുള്ള സമയത്ത് ഉപയോഗിക്കാം. പൂജ, ഏതെങ്കിലും തരത്തിലുള്ള വീട്ടിലെ പൂജാ കർമ്മങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പൂജാസിൽ ഉപയോഗിക്കാം. പിന്നെ റിലീജിയസ് ഫങ്ഷൻസ്, മതപരമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. വീട്ടിലെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ കാവിലെ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ബർത്ത്ഡേ, കുട്ടിയുടെ പിറന്നാൾ